ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് കുറച്ച് ചെടികളും അതുപോലെ പോട്ടുകളും ഒക്കെ വാങ്ങി തന്നു. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ ചെറിയ രീതിയിലൊന്ന് ജസ്റ്റ് കാണിച്ച് പോയിട്ടേ ഉള്ളൂ. അതെന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് കാണിച്ചു തരികയും പിന്നെ അതെങ്ങനെയാണ് നടുന്നതെന്നതിൻ്റെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പോട്ടുകളും പിന്നെ ഞാൻ ഇതിനു മുമ്പ് വാങ്ങിയ പോട്ടിന് അടിയിൽ വെക്കാനുള്ള ചെറിയ ചെറിയ റാക്കുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈറ്റും ടെറാക്കോട്ടോ കളറിലുള്ള പോട്ട് ഞാൻ വാങ്ങുന്നത് ബാൽക്കണിയിലേക്ക് സെറ്റ് ചെയ്യാനും ഈ ചെറിയ പോട്ട് വന്ന് എനിക്ക് കാക്ടസ് എൻ്റെ കയ്യിലുള്ളത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് പോട്ടിൽ വെക്കുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞാൻ ഇന്ന് ഒരു കാക്ടസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഓരോ കാക്ടസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ചെടികൾ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് വാങ്ങുന്നു എന്ന് മാത്രം. ഇത് ബാൽക്കണിയിൽ ആ തിട്ടിലിങ്ങനെ ഒരുപോലെ അടുക്കി വയ്ക്കാനാണ്. കഴിഞ്ഞ തവണ പോയപ്പോൾ ഈ പോട്ട് കിട്ടിയില്ലായിരുന്നു. നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഇതിൻ്റെ 2 സെറ്റ് വരെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്കിപ്പോൾ ഈ 3 വാങ്ങാൻ പറ്റുകയുള്ളൂ. മെയിനായിട്ട് ഈ വൈറ്റ് പോട്ടിനാണ് ഞാൻ പ്രാധാന്യം നൽകിയത്. കാരണം ഇതിൽ കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്നൊരു ചെടിയുണ്ട് കേട്ടോ. നല്ല കുറേ കാലമായിട്ട് വാങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതിൻ്റെ ഇലയ്ക്കൊക്കെ ചെറിയ രീതിയിൽ ഡാമേജ്, കീറിയതോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ആ ഇലയുടെ ഭംഗിയാണ് ആ ചെടിക്ക് ചന്തം. അതുകൊണ്ടാണ് ഞാനത് വാങ്ങാതെ നല്ല ഇലയുള്ളത് കിട്ടുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് വിട്ടത്. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത്. നല്ല ഒരു വെറൈറ്റിയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ഞാൻ എൻ്റെ ഹാങ്ങിങ്ങിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ഗാർഡൻ ടൂർ കാണിക്കുമ്പോൾ അതെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ഈ മൊബൈലിൽ എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഗാർഡൻ ടൂർ ഇത്രയും നീണ്ടു പോകുന്നത്. അത് കഴിഞ്ഞാൽ ഈ സിങ്കോണിയം നല്ല ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു കമ്പൊക്കെ കൊടുത്ത് അങ്ങ് കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും. ഇതിൻ്റെ പിങ്ക് കളറാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഒരു പിങ്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വന്ന് ഒറ്റ ഇല പോലെ ഇതുപോലെ 2 ഇല അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മൾ കൈപ്പത്തി പോലെ അല്ല സാധാരണ സിങ്കോണിയം പിങ്കാണ്. പക്ഷെ അതിന് കുറച്ചും കൂടെ ഗ്ലേസിങ് ഉണ്ട്. ഇതുപോലെ അത് പടരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം നോക്കിയെടുത്തത്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നല്ല വിലയുണ്ടായിരുന്ന സിങ്കോണിയാണ്. പിന്നെ ഇതിലെ ഈ പിങ്ക് സ്ട്രിപ്പ് പോയിട്ടില്ലേ, ആ വര, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു ഇലയിൽ തന്നെ 3 രീതി, ഒരു ചെടിയിൽ തന്നെ 3 രീതിയിലുള്ള ഒരു വെരിഗേഷനാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു കാക്ടസ് ആണോ അതോ സക്കുലൻ്റ് ആണോ എന്നറിയില്ല. ഇത് കാക്ടസാണ്. എൻ്റെ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അധികം മുള്ളൊന്നുമില്ല. അപ്പോൾ ഇതും പിന്നെ അല്ലാതെ കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്നൊരു ചെടിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഉപയോഗിച്ച പോട്ടിംഗ് മിക്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഗാർഡൻ സോയിലുണ്ട്, അതുപോലെ തന്നെ കരിയില കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കൊക്കോ പീറ്റും ഉണ്ട്, തേയിലപ്പൊടി, ഉപയോഗിക്കാത്ത തേയിലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള. കിച്ചൺ കമ്പോസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഫസ്റ്റ് മുതലേ ഇങ്ങനെയൊക്കെയാണ് പോട്ട് മിക്സ് തയ്യാറാക്കി വയ്ക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിന് ലിക്വിഡ് ഫെർട്ടിലൈസറും അല്ലാതെ ഫെർട്ടിലൈസറും എല്ലാം നമുക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ നല്ല രീതിയിലൊരു പോട്ടിംഗ് മിക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി നല്ല ശക്തിയോടെ നല്ല ആരോഗ്യത്തോടെ വളരും. ഇത് 185 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു ചെടിയാണ്. ഇതെൻ്റെ ഇക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളിൽ ഒന്നാണ്. അതുപോലെ തന്നെ കാക്ടസ് ഇഷ്ടമാണ്, സിങ്കോണിയം, അതുപോലെ തന്നെ ഇലച്ചെടികളെല്ലാം ഇക്കാക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, എല്ലാ ചെടികളും എനിക്കിഷ്ടമാണ്. പിന്നെ മെയിൻ്റെനൻസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതുപോലെയുള്ള ലീഫി പ്ലാന്റ്സ്, സക്കുലൻ്റ്, കാക്ടസ്, ഇതുപോലെയുള്ള ചെടികളാണ്. എന്നാലും എനിക്ക് കാട്ടിലെ ഒരു ചെടി നല്ല ഭംഗിയുള്ള ഇലയാണോ പൂവാണോ അതായാലും ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും. അതാണ് എൻ്റെ ഒരു പ്രകൃതം.
അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിംഗ് മിക്സാണ് ഞാൻ എല്ലാ ചട്ടികളിലും നിറച്ചത് കേട്ടോ. പിന്നെ ഇതേ പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഞാൻ പെറ്റൂണിയ ചെടികൾക്ക് കൊടുത്തത്. നല്ല രീതിയിൽ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ചെയ്ത എല്ലാ ചെടികൾക്കും ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് തേയിലപ്പൊടി, ഉപയോഗിക്കാത്ത തേയിലപ്പൊടിയാണ്. നമ്മൾ ഉപയോഗിച്ചിട്ട് കളഞ്ഞ തേയിലയുടെ ചണ്ടിയാണല്ലോ ഉണക്കിയിട്ടിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കാതെ തേയിലപ്പൊടി ഇതിന് ഇട്ട് കൊടുത്തു. നല്ല രീതിയിലൊരു വളർച്ച ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. തേയിലപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് ഒരു ദിവസം വെച്ചിരുന്നിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയും പിന്നെ ഇലയിലൊക്കെ തെളിക്കുകയും ചെയ്യാറുണ്ട്. അതൊക്കെ ചെടികളുടെ നല്ല വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഓരോരുത്തരും ചെടി വളർത്തുന്നത് ഓരോ രീതിയിലാണ്. ഈ സിങ്കോണിയം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിയത്. ഇതിന് ഒരു പ്ലാന്റ്സിൽ തന്നെ 3 വെരിഗേഷൻ പോലെയുള്ളതുകൊണ്ടാണ് അത് വാങ്ങിയത്. പിന്നെ ഈ ഓരോ ചെടികളുടെ ചുവട്ടിലും ഞാൻ കരിയില കമ്പോസ്റ്റ് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ചെടിക്ക് നല്ല ശക്തമായിട്ട് ആരോഗ്യത്തോടെ വളരാനും അതിൻ്റെ ഈ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ തന്നെ തറയിൽ നിൽക്കുന്ന ചെടികൾക്ക് പല സാധനങ്ങൾ കിട്ടുമല്ലോ വളമായിട്ട്. മെയിനായിട്ട് കരിയില പോലെയുള്ള അതിൽ നിന്ന് കിട്ടുന്ന മൂലകങ്ങളെല്ലാം എടുത്തായിരിക്കും ഈ ചെടികൾ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരിയില കമ്പോസ്റ്റ് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കലാത്തിയ ലൂട്ടിയ. പലതവണ വാങ്ങാൻ പോയപ്പോഴും ഇതിൻ്റെ ഇലകളൊക്കെ ഡാമേജ് ആയിരുന്നു. ഇപ്പോൾ തമ്മിൽ ഭേദം എന്ന് പറഞ്ഞ് ഞാൻ എടുത്തത് ഇതാണ്. ഒരു ഇല ചെറുതായിട്ട് ഡാമേജ് ഒന്നും എന്നാലും കുഴപ്പമില്ല. ഇത് ഞാൻ വാങ്ങി. ഇതെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് വന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ഓക്കെ, ബൈ.